പണി ഇത് നോക്കിയ ചാകര, ഇതാണ് ചാകര. അകലക്ക് ഒരു പണിയില്ലാണ്ടിരിക്കരുത്, ഇനി പണിയോട് പണി. നിന്നെ ഞാൻ കൊല്ലുമടാ പട്ടിയുടെ മകനെ. മീൻ പിടിക്കാൻ പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ വഴിയിൽ. നിന്നൊക്കെയാണ് എഴുന്നേറ്റ് നിട്ടൊക്കെയാണ് കടിപിടുത്തം, ഒന്നും പറയണ്ട. അടിപൊളി കാഴ്ചയായിരുന്നു. ഞങ്ങൾ ഫിഷിങ്ങിൽ കടലിലേക്ക് പോകണേന്ന് കാണുന്നത്. ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്ന് കാണിച്ചത്. ഈ കിടക്കണവനാണ് ഇവിടുത്തെ രാജാവ് കേട്ടോ. അങ്ങനെ പറയാൻ കാരണം ഒരു പ്രാവശ്യം ഇവിടെ ഫുള്ള് പട്ടികൾ ഇടി പിടിച്ചുകൊണ്ടിരിക്കണത്, അത് കടി പ്രശ്നങ്ങളായിട്ടിരിക്കണേ. ഇവൻ ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരും അങ്ങോട്ട് മാറിക്കൊടുത്തു. ഇവനാണ് ഇവിടുത്തെ ആള്. ശരീരത്തിൻ്റെ എന്താണ് ഷേപ്പ് വെച്ചാണെങ്കിലും ലുക്ക് വെച്ചാണെങ്കിലും ഇവനാണ് ഇവിടുത്തെ രാജാവ്. കേട്ടോ കിടന്നു അല്ല, അതാണ് വല്ല കടിച്ചു പോയ പണി കാണും. അതെ മതി ഇഷ്ടപ്പെട്ട് പോയിക്കോ ഇഷ്ടപ്പെട്ട് പോയിക്കോ. ആ കുമ്പിട്ട് അടിയറ വയ്ക്കും. നമ്മുടെ മാന്ത്രിക വലയായിട്ട് മാന്ത്രികൻ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ സുമേഷ് ഭായി ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു വീശിൽ അല്ലെങ്കിൽ ഏറിൽ കിട്ടിയ വലയിൽ കയറി മീൻ കണ്ടോണ്ടാ നിങ്ങൾ ഞെട്ടും. അയ്യോ, ഞാൻ ആദ്യം വിശ്വസിച്ചില്ലട്ടോ പറഞ്ഞപ്പാ. നേരിട്ട് കണ്ടോ, ഒറ്റ ക്ലിപ്പാണ്, ഞാൻ കട്ട് ചെയ്യാനെടുത്തേക്കണ ക്ലിപ്പാണ്. എന്തായാലും കിടിലൊരു വീഡിയോമാണ്, കാഴ്ചയുമായിരുന്നു, അനുഭവമായിരുന്നു. എന്തായാലും നേരിട്ട് നിങ്ങൾ കണ്ടു. ബാക്കി വിശേഷങ്ങൾ ശരിയാണ്. ആമ്പടാ അത് കലക്കി. ശരിയാണോ മനു ശരിയാടാ. പണി ഇത് നോക്കിയ ചാകര, ഇതാണ് ചാകര. അത് കലക്കി ഒരു പണിയില്ലാണ്ടിരിക്കരുത്, ഇനി പണിയോട് പണി. ഏയ് പക്കാ സ്കെച്ചായിരുന്നട്ടപ്പാ. മച്ചാന്റെ സ്കെച്ച് ചെയ്യാറുണ്ട്. ഞങ്ങളൊന്ന് വീശി നോക്കി, അത് പൊളിച്ച് വെറുതെ ഇരിക്കണല്ലേ പണിയെടുത്തോളാൻ. ഇനി അത് കണ്ട മറ്റേ ലേഡീസ് സ്റ്റോറിൽ പോകുമ്പോൾ കമ്മലും മാലൊക്കെ തൂക്കിയിട്ടേക്കില്ല, അതേപോലെയാണ് കിടക്കണം. LED ബൾബൊക്കെ കത്തിച്ചിട്ടാണ് അത്. എന്താണ് ഞാൻ നന്ദം തന്നിട്ടുണ്ടല്ലോ നിനക്ക്, അതുപോലെ. എന്താണ് ഇവിടെ എന്താണ് ഇതെന്നാ നന്ദനാണ് മൊത്തം ചാടി കളിക്കുന്നത്. ഇത് നോക്കിയ വേണ്ട മാന്ത്രിക വല എടുത്ത് വീശിയപ്പോ പണി നടന്നണ്ടാ. എവിടെ നോക്കിയാണ് അതൊന്നും നോക്കാത്ത ഇങ്ങോട്ട് നോക്ക്. അങ്ങനെ നോക്കാതിരുന്ന എങ്ങനെ ഞങ്ങളുടെ കാണികൾക്ക് ഇഷ്ടപ്പെടില്ലട്ടാ. നാണം വരും ഇങ്ങനെ കിട്ടാൻ കാരണേ. സനൂപ് അവിടെ ഇരുന്ന് പറഞ്ഞ് മറ്റേ എന്താണ് നീർക്കാക്ക. ആ നീർക്കാക്ക കുറേ നേരമായിട്ട് അവിടെ മീൻ പിടിക്കുന്നുണ്ട്. അതുപോലെ നീർക്കാക്ക വേറെ എങ്ങും പോണില്ല, ആ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്. അതുപോലെ കൊക്കും ഇറങ്ങി മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഞങ്ങൾ ഇങ്ങനെ സ്കെച്ച് ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ടാണ്. സനൂപിൻ്റെ കറക്റ്റ് ഇതായിരുന്നു, സ്കെച്ച് കറക്റ്റായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഇതിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ഇനി ഹിന്ദിക്കാരെ പോലെ നടന്ന് ഞങ്ങൾ പണിയെടുക്കണം. ചെറുതായിട്ടൊരു പണി കൊടുത്താൽ വെറുതെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ നേരമായി പറഞ്ഞു. പറയരുതെന്ന് പറഞ്ഞ് കൊടുത്ത പണിയാണ്. ഒരു ബംഗാളിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ആ ബംഗാളി. കിട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ ഇനിയുള്ള പണിയാണ് ഇത് കണ്ടല്ലോ, ഇത് പിറക്കിയിടണം മുഴുവൻ. ഈ ബംഗാളിനെ എവിടെയെങ്കിലും കണ്ട വെച്ചാൽ നല്ല പണിക്കാരനാ. ഒരു വീഡിയോ എടുക്കുന്നതിന്റെ അവസ്ഥ ഉണ്ടോ നിങ്ങളിലേക്ക്? വീഡിയോ എങ്ങനെ കൊണ്ടുവരുന്നത് മനസ്സിലായില്ലേ? ഇതല്ല, ഇത് കഴിഞ്ഞിട്ട് ഈ വലയൊക്കെ ചോപ്പിക്കന്നെ കൊണ്ട് കട്ടപ്പാടും തരുന്നു. അത് പറയണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളൂട്ടാ. ഞാൻ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ബംഗാളിയെ എവിടെ കണ്ടാലും വിളിച്ചോളണം. നന്നായിട്ട് പണിയെടുക്കും, നല്ല പണിക്കാരനാണ്, പെറുക്കാൻ ബെസ്റ്റാണ്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അല്ലേ? ഇട്ടിട്ടൊന്നും തീരാനുള്ള ഇട്ടതിന്റെ ഡബിളായിട്ട് ഇനി അതിൻ്റെ അത് കിടക്കുന്നുണ്ട്. ഇതൊക്കെ വാലിയിടാനുള്ളതാണ്. അവൻ്റെ മീൻപിടുത്തം കണ്ടിട്ട് കണ്ട. നിങ്ങളുടെ ഈ മീൻപിടുത്തം കണ്ടിട്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. കണ്ട എല്ലാവർക്കും മീൻ കിട്ടുന്നുണ്ട്. കൊക്കിന് മറ്റവനാണെങ്കിൽ അവിടെ നിന്ന് പോണില്ല, അവിടെ തന്നെ എടുക്കും, കഴിക്കും, പിന്നെയും ചാടും. കണ്ട കൊക്കുകൾ അങ്ങനെയാണ് അവിടെ മീനുണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. വീണ്ടും നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത സ്പോട്ടിൽ എറിയാൻ വേണ്ടിയിട്ടാണ്. നോക്കട്ടെ എന്താണ് അവസ്ഥ നോക്കാം. വലോടൊക്കെ വെച്ചാണ് വലോട് വഴിയില്ലെന്ന് പറയാം, അവിടെ നിലവില്ല. കുറേ സമയത്തെ പ്രയത്നത്തിന് ശേഷം നമ്മുടെ വല പോന്നിട്ടുണ്ട്. ഒട്ടയ്ക്ക് പോയല്ലോ. മീനുണ്ട്, നമുക്കുള്ള പണി എപ്പോഴും ഉണ്ട്. ഈ കൊടുത്ത പണി കടലിലും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ? അതായിരിക്കും. ചരട് പൊട്ടിയാണോ? പൊട്ടിച്ചാണ്, വേറെ വഴിയില്ല. വേറെ വഴിയില്ലല്ലോ.
മീനൊന്നും കിട്ടാതിരിക്കുമ്പോഴായിരുന്നു ഇങ്ങനൊരു ആശയത്തിലേക്ക് കടന്നത്. ഇപ്പം എന്താണ്, മീനും കിട്ടി, പണിയില്ലാതെ ഇവിടെ കിടന്ന് ഉറങ്ങിയവർ പണിയെടുക്കാനും തുടങ്ങി. വേണ്ട വല പൊട്ടിച്ചെടുക്കണമെന്നുണ്ടോ അവിടെ ഉടക്കിയിട്ട്? വേണ്ട വേണ്ട കിട്ടുമ്പോൾ ഇതേപോലെ ഇവർക്ക് കൊടുക്കണം. എന്നാലും നമ്മുടെ വല അറിഞ്ഞ് ഇങ്ങനെ മീൻ കിട്ടും. എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും നിറച്ച് കിട്ടും. എന്നാ ഇടി ഉണ്ടാക്കണ്ട. നിനക്ക് ഇവിടെ ഉണ്ടല്ലോ. നിറ റെഡി റെഡി റെഡി. ഇങ്ങനത്തെ വെഡിങ് ഫോട്ടോഗ്രാഫി കണ്ടിട്ടില്ലേ? മറ്റേ ബ്രൈഡിനെ ഇങ്ങനെ നിർത്തിയിട്ട് ഇടയിൽ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ എടുക്കുക. നമുക്ക് 2 വിസിറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വല പൊട്ടിയായിരുന്നല്ലോ. വല പൊട്ടി അതൊക്കെ സെറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ നന്ദനൊക്കെ വേറെ സ്ഥലത്തേക്ക് മാറി. അത്യാവശ്യം കിട്ടാം. ഒരു 4 കിലോ ഉണ്ടാകും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.